ക്ഷണിക്കുകയാണ്. അവർ സ്വയം വീഞ്ഞു നുകരുന്നു, ശേഷം പരസ്പരം പങ്കുവയ്ക്കുന്നു. സിജോനെ കുറിച്ച് അധികം കാര്യങ്ങൾ പറയണമെന്നില്ല, പക്ഷെ അതൊക്കെ സെൻസായിട്ട് കട്ട് ചെയ്ത് പോകുന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ സിജോനെ കുറിച്ച് അന്നര കുറച്ചധികം സംസാരിക്കാനും ഫോർ മീ എന്താ പറയുക, ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് യൂട്യൂബ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് സിജോനാണ് ഞങ്ങൾ വിളിക്കാറുണ്ടായിരുന്നു, സംസാരിക്കുന്നത്. പക്ഷെ അതൊരു ഒഫീഷ്യൽസ് ആണ്, ഭയങ്കര ഒഫീഷ്യൽസ് ആണ് ഞങ്ങൾ. പക്ഷെ ബിഗ് ബോസ് ഹൗസിനകത്തുന്നത് ഒരു ബ്രദർ ഉള്ളതിനേക്കാൾ മൂവി സിജോ പറയുമ്പോഴത്തേക്ക് നമുക്ക് ചില ഫ്രണ്ട്സ് കാണുമല്ലോ, ഏത് ടൈമിൽ നമുക്ക് വിളിക്കാം, എന്തും സംസാരിക്കാം. ആ ഒരു വൈബാണ് എനിക്ക് സിജോനായിട്ടുള്ളത്. സോ അതൊക്കെ മുന്നോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാം. സോ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. ബിഗ് ബോസിനകത്ത് നിന്ന് കിട്ടിയ റിലേഷൻസിന് നല്ല പോകുന്ന കാര്യങ്ങളാണ്. സിജോ സ്പെഷ്യൽ, സ്പെഷ്യൽ. സോ ഞങ്ങൾ വലിയ ഫ്രിഞ്ചസ് ആണ്. ഞങ്ങൾ ഫ്രിഞ്ച് പോകുമ്പോൾ എന്താ പറയുക, നിന്റെ കാര്യം കൊടുക്കുന്നു എന്താ പറയുന്നത്. ഞാൻ സിജോയോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഒരു ഇന്റർവ്യൂ പോലും ഇത് പറയാൻ പാടില്ല. അത് ഞാൻ ഇന്നിവിടെ ഈ ഒരു നല്ല മുഹൂർത്തത്തിൽ പറയുകയാണ്, അഭിമാനത്തോടെ പറയുകയാണ്. ബിഗ് ബോസ് എന്ന ഈ 6th സീസണിലേക്ക് എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ പ്രിയ ബ്രദറായ സിജോയെ റെക്കമെൻഡ് ചെയ്യുന്നത് ഞാനായിരുന്നു. നല്ല അഭിമാനമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരിക്കലും എൻ്റെ പേര് ഇതിലേക്ക് വരരുത്, കാരണം അപ്പോൾ ആ രീതിയിൽ ജഡ്ജ് ചെയ്യുമെങ്കിൽ ഞാൻ ബ്ലോഗ് ചെയ്യാൻ. അപ്പോൾ സിജോയെ കുറിച്ച് ഒരിക്കലും നീ അവിടെ എങ്ങനെയാണോ അങ്ങനെ